ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം ശ്ലോകം 18. സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലം അജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. ആചാര്യ നിത്യാനന്ദൻ്റേതാണ് ഈ ശ്ലോകം. സുരമന്ദിരം ദേവാലയം, തരുമൂലം വൃക്ഷത്തണൽ, ദേവാലയങ്ങളിലും വൃക്ഷത്തണലുകളിലുമായി താമസം. ശയ്യാഭൂതലം, മണ്ണിലാണ് ശയനം. അജിനം വാസ, മാൻതോലാണ് ഉടുക്കുന്നത്. സർവ പരിഗ്രഹ ഭോഗത്യാഗ, സമ്പത്തോ സുഖഭോഗങ്ങളോ അങ്ങനെയുള്ളതെല്ലാം ത്യജിക്കുക. കസ്യ സുഖം ന കരോതി വിരാഗ, ആർക്കാണ് ഇത്തരത്തിലുള്ള വൈരാഗ്യം സുഖം നൽകാത്തത്? നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം വ്യക്തികളോടും വസ്തുക്കളോടുമുള്ള മമതയാണ്. ചിലരെല്ലാം നമുക്കൊപ്പം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ചിലതെല്ലാം നമുക്ക് ആർജിക്കണമെന്നും സംരക്ഷിച്ച് നിർത്തണമെന്നും ഇച്ഛിക്കുന്നു. സമൃദ്ധമായ ഒരു ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ മമതയുടെ ഈ ലോകം ദ്വന്ദ്വാധിഷ്ഠിതമാണ്. ഏതൊന്നിനോട് നാം അടുത്തോ അതിൽ അകൽച്ചയും നിലനിൽക്കുന്നുണ്ടാകും. ആദ്യം അടുപ്പം കാണും, പിന്നെ അകൽച്ചയും കാണും. ഇത് നമുക്കേറെ ദുഃഖം നൽകും. ജീവിതം വ്യർത്ഥം എന്ന ചിന്തയിലേക്ക് പോലും നയിക്കും. ആർജിക്കാൻ ശ്രമിച്ചതെല്ലാം നമ്മുടെ കൺമുമ്പിൽ വച്ചു തന്നെ ഊർന്നു പോകുന്നതും കാണാം. പലതിനും നമുക്ക് ഉത്തരം കണ്ടെത്താനാകില്ല. അതിനാൽ മമത വളരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നിനെയും എൻ്റെ എന്ന് കാണരുത്. ഒന്നിനെയും എൻ്റെ ആക്കാനും ശ്രമിക്കരുത്. ഓരോന്നും എന്താണോ അതായി തന്നെ നിൽക്കട്ടെ. ഞാനെന്നും എൻ്റേതെന്നും തോന്നുമ്പോൾ നമുക്ക് ദുഃഖങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് വീതരാഗമാകുക. ഒന്നിനോടും അടുപ്പം ആസക്തി പുലർത്തേണ്ടതില്ല. ജീവിതത്തിൽ ധനത്തോടും സുഖഭോഗങ്ങളോടും ഇതേ മനോഭാവം തന്നെയാണ് പുലർത്തേണ്ടത്. ദേവാലയങ്ങളോ വൃക്ഷമൂലങ്ങളോ ആകാം താമസ സ്ഥലം. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. കട്ടിലും കിടക്കയുമില്ലാതെ തറയിൽ കിടക്കേണ്ടി വരാം. വിലപ്പെട്ട വസ്ത്രങ്ങളല്ല ജീവിതാർത്ഥം നിർണയിക്കുന്നത്. ഒരു മാൻതോലുടുത്താലും ജീവിതത്തിന് അർത്ഥഭംഗം സംഭവിക്കുന്നില്ല. ആർജിക്കുന്നതിലല്ല, ത്യജിക്കുന്നതിലാണ് ജീവിതമൂല്യം. ഈയൊരു മനോനിലയാണ് ആധ്യാത്മിക പാതയിൽ അനിവാര്യം. അതിന് നാം ഇന്നേവരെ പഠിച്ച ചില പാഠങ്ങളെ കൈയൊഴിയേണ്ടി വരും. പുതിയ കാഴ്ചയിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ മനസ്സിന് വെളിച്ചം ആവശ്യമാണ്. അതിനാൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം.